നമസ്കാരം, ഞാൻ രമ്യ. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. പ്രതീക്ഷകളുടെയും സമൃദ്ധിയുടെയും സന്ദേശവുമായി ചിങ്ങം പിറവി. മലയാളക്കരയുടെ തനത് കലണ്ടറായ കൊല്ലവർഷത്തിൽ പുതിയ നൂറ്റാണ്ട് പിറന്നു. 22 ദിനം കൂടി കഴിഞ്ഞാൽ മലയാളിക്ക് പൊന്നോണം. എരുമപ്പെട്ടി വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായ പരിക്ക്. മരിച്ചത് മരത്തംകോട് ചിറപ്പുറത്ത് ആശാരി വീട്ടിൽ ആനന്ദൻ, ഇയാളുടെ സഹോദരപുത്രൻ പ്രവീൺ എന്നിവർ. മരത്തംകോട് ബ്ലൂമിംഗ് ബഡ്സ് വിധാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച തൃശൂർ ജില്ലാ സഹോദയ അധ്യാപക കലോത്സവത്തിന് കൊടിയിറങ്ങി. തൃശൂർ നിർമ്മലമാതാ സെൻട്രൽ സ്കൂളിന് ഓവറോൾ കിരീടം. ആതിഥേയരായ ബ്ലൂമിംഗ് ബഡ്സ് വിധാനിയ സ്കൂൾ 2ാം സ്ഥാനം നേടി. ചിങ്ങം 1 നാട് കർഷക ദിനമായി ആചരിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുടുംബശ്രീ, സഹകരണ സംഘങ്ങൾ, പാടശേഖര സമിതികൾ, കർഷക സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ നടന്ന ദിനാചരണത്തിൽ മികച്ച കർഷകരെ ആദരിച്ചു. KSTPയുടെ ഉറപ്പ് വീണ്ടും പാഴായി. തൃശൂർ കുന്നംകുളം റോഡിലെ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തി ഇനിയും ആരംഭിച്ചില്ല. ഗതാഗത നിയന്ത്രണത്തിനുള്ള പ്രാരംഭ നടപടികൾ സ്വീകരിച്ച് 3 ദിവസമായിട്ടും ചൂണ്ടൽ മുതൽ മഴുവഞ്ചേരി വരെയുള്ള മേഖലയിലെ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തി തുടങ്ങിയില്ല. പ്രതിഷേധം ഉയരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇല്ലം നിറ ഞായറാഴ്ച. ആദ്യ കൊയ്ത്തിന്റെ നെല്ല് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന പുണ്യപ്രസിദ്ധമായ ചടങ്ങിന് ഒരുക്കങ്ങളായി. ഇല്ലം നിറപൂജ കൊടിമരച്ചുവട്ടിൽ നടത്തുന്നത് തടയണമെന്ന ഹർജിയിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. വാർത്തകൾ വിശദമായി. മലയാളക്കരയുടെ തനത് കലണ്ടറായ കൊല്ലവർഷത്തിൽ പുതിയ നൂറ്റാണ്ട് പിറന്നു. 13ാം നൂറ്റാണ്ടിലേക്കാണ് ഇനി മലയാളികൾ. 22 ദിനം കൂടി കഴിഞ്ഞാൽ പൊന്നോണം. സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഉത്സവകാലത്തിന് തുടക്കമിട്ട ചിങ്ങം പിറന്നു. മലയാളിക്ക് ഇനി പുതുവർഷ പുലരിയാണ്. മലയാള മാസ കലണ്ടറിലെ 13ാം നൂറ്റാണ്ടിനു കൂടി തുടക്കമായി ഇന്ന്. ഞാറ്റുപാട്ടിന്റെയും കൊയ്ത്തുപാട്ടിന്റെയും ഈരടികൾ നിറയുന്ന ചിങ്ങം 1 കർഷക ദിനമായും ആചരിക്കുന്നു. 22 ദിനം കൂടി കഴിഞ്ഞാൽ പൊന്നോണമെത്തും. ദാരിദ്ര്യത്തിന്റെയും കെടുതിയുടെയും പഞ്ഞക്കർക്കിടകത്തിന് വിട നൽകിയാണ് സമ്പൽ സമൃദ്ധിയുടെ ചിങ്ങം എത്തിയിരിക്കുന്നത്. ഞാറ്റുപാട്ടിന്റെയും കൊയ്ത്തുപാട്ടിന്റെയും ഈരടികൾ നിറയുന്ന പുതുവർഷ പുലരിയാണ് മലയാളിക്ക് ചിങ്ങം 1. മലയാളക്കരയുടെ തനതു കലണ്ടറായ കൊല്ലവർഷത്തിൽ പുതിയ നൂറ്റാണ്ട് പിറന്നു. തുമ്പയും തുളസിയും മുക്കുറ്റിയുമെല്ലാം തൊടിയിൽ നിറയുന്ന സ്വർണ്ണവർണ്ണമുള്ള നെൽക്കതിരുകൾ പാടത്ത് വിളയുന്ന കാലം. മാനം തെളിയുന്നതിന്റെ തുടക്കം. കാലവും കാലാവസ്ഥയും മാറുന്നുവെങ്കിലും ഒരു പിടി നല്ല ഓർമ്മകളുടെ മാസം കൂടിയാണ് ചിങ്ങം. ന്യൂസ് ഡെസ്ക്, CCTV. ചിങ്ങപ്പുലരിയിൽ കണ്ണനെ കണി കാണാൻ ആയിരങ്ങളെത്തി. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. 64,81,817 രൂപയാണ് വഴിപാടിനത്തിൽ മാത്രമായി മലയാള വർഷാരംഭ ദിനത്തിൽ ദേവസ്വത്തിന് ലഭിച്ചത്. 21 വിവാഹങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ നടന്നു. 258 കുരുന്നുകൾക്ക് ചോറൂൺ നൽകി. വരി നിൽക്കാതെ ദർശനം നടത്തുന്നതിനായി നെയ്വിളക്ക് ഷീട്ടാക്കിയ വകയിൽ 21,77,500 രൂപ ദേവസ്വത്തിന് ലഭിച്ചു. ഭക്തർ 16,90,445 രൂപയുടെ തുലാഭാരവും നടത്തി. എരുമപ്പെട്ടി വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരായ മരത്തംകോട് ചിറപ്പുറത്ത് ആശാരി വീട്ടിൽ ആനന്ദൻ, സഹോദരൻ മോഹനന്റെ മകൻ പ്രവീൺ എന്നിവരാണ് മരിച്ചത്. സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന പ്രവീണിന്റെ സഹോദരൻ പ്രണവിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ബൈക്ക് യാത്രക്കാരനായ എരുമപ്പെട്ടി സ്വദേശി പരേതനായ വട്ടംപറമ്പിൽ ഹനീഫയുടെ മകൻ യഹിയയ്ക്കും ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾക്കും അപകടത്തിൽ പരിക്കേറ്റു. ഇന്നലെ രാത്രി 10:30 വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപമാണ് അപകടമുണ്ടായത്. എരുമപ്പെട്ടി ഭാഗത്തു നിന്നും വരികയായിരുന്ന ആനന്ദനും പ്രവീണും പ്രണവും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും കുന്നംകുളത്തു നിന്നും വരികയായിരുന്ന യഹിയയും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. അപകടം നടന്ന ഉടൻ തന്നെ ഇവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അല്പസമയത്തിനകം ആനന്ദൻ മരിച്ചു. പ്രവീണിനെ വിദഗ്ധ ചികിത്സയ്ക്കായി അമല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു. മറ്റുള്ളവർ അമല ആശുപത്രിയിൽ ചികിത്സയിലാണ്. എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകരും വെള്ളർക്കാട് യൂത്ത് വോയ്സ് ആംബുലൻസ് പ്രവർത്തകരും പന്നിത്തടം അല്ലമീൻ ആശുപത്രി ആംബുലൻസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്.
മരിച്ച പ്രവീൺ വിദേശത്താണ് ജോലി ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് അവധിയിൽ നാട്ടിലെത്തിയത്. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഗീതയാണ് ആനന്ദന്റെ ഭാര്യ. ജിഷ്ണു, വിഷ്ണു, വിനിൽ എന്നിവർ മക്കളാണ്. ഉദയ പ്രവീണിന്റെ മാതാവും. പ്രണവ്, പ്രജിത്ത്, ദേവിക എന്നിവർ സഹോദരങ്ങളുമാണ്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. പ്രവീണിന്റെ അപ്രതീക്ഷിത വിയോഗം ഉൾക്കൊള്ളാൻ കഴിയാതെ സുഹൃത്തുക്കളും നാട്ടുകാരും. വിദേശത്തായിരുന്ന പ്രവീൺ മരിക്കുന്നതിന് തലേദിവസമാണ് നാട്ടിലെത്തിയത്. പ്രവീൺ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന വീഡിയോ നൊമ്പര കാഴ്ചയായി സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രി 10:30 വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപമുണ്ടായ ബൈക്ക് അപകടത്തിലാണ് മരത്തംകോട് ചിറപ്പുറത്ത് താമസക്കാരായ പ്രവീണും വല്യച്ഛനായ ആനന്ദനും മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ മരണം സംഭവിച്ചു. മരത്തംകോട് ആശാരി വീട്ടിൽ മോഹനന്റെയും ഉദയയുടെയും മകനാണ് പ്രവീൺ. പ്രണവ്, പ്രജിത്ത്, ദേവിക എന്നിവർ സഹോദരങ്ങളാണ്. നിർധന കുടുംബമാണ് പ്രവീണിന്റേത്. കുടുംബത്തെ കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറ്റുന്നതിനു വേണ്ടി 2 മാസം മുമ്പാണ് പ്രവീൺ മസ്കറ്റിലേക്ക് വിമാനം കയറിയത്. സൂപ്പർ മാർക്കറ്റിലായിരുന്നു ജോലി. വിസ മാറ്റിയെടുക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ വ്യാഴാഴ്ച നാട്ടിലെത്തി. അന്ന് സുഹൃത്തിനോടൊപ്പം താമസിച്ച് മരണം സംഭവിച്ച വെള്ളിയാഴ്ച രാവിലെയാണ് സ്വന്തം വീട്ടിലെത്തിയത്. നാട്ടിൽ വലിയ സൗഹൃദ വലയമുള്ള പ്രവീണിനെ സ്വീകരിക്കാൻ സുഹൃത്തുക്കൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ഈ സമയത്ത് സുഹൃത്തുക്കൾ മൊബൈലിൽ പകർത്തിയ വീഡിയോയാണ് നൊമ്പര കാഴ്ചയായി മാറുന്നത്. വീട്ടിൽ നടത്തിയ പൊതുദർശനത്തിൽ പ്രവീണിനെയും ആനന്ദനെയും അവസാനമായി ഒരു നോക്ക് കാണാൻ നാട് ഒഴുകിയെത്തി. നെഞ്ചുപിടയുന്ന വേദനയോടെയാണ് സുഹൃത്തുക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ടവനെ യാത്രയാക്കിയത്. പ്രവീണിന്റെയും ആനന്ദിന്റെയും സംസ്കാരം ചെറുതുരുത്തി ശ്മശാനത്തിൽ നടത്തി. വേലൂർ ബ്യൂറോയ്ക്കൊപ്പം CCTV ന്യൂസ്, എരുമപ്പെട്ടി. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മാറഞ്ചേരി M. മൊയ്തുട്ടി സാഹിബ് മെമ്മോറിയൽ അങ്കണവാടി നാടിന് സമർപ്പിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ ഡിവിഷൻ മെമ്പർ AK സുബേറിന് അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ചാണ് അങ്കണവാടി പ്രാവർത്തികമാക്കിയത്. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ താമലശ്ശേരിയിൽ കൂലത്ത് മജീദും കുടുംബവും സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് 128 നമ്പർ M. മൊയ്തുട്ടി സാഹിബ് മെമ്മോറിയൽ അംഗൻവാടി നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ AK സുബൈർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ മജീദ് കൂടത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന മുഹമ്മദ് അലി, ബ്ലോക്ക് മെമ്പർ നൂറുദ്ദീൻ പോഴത്ത്, പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. റിട്ടയേർഡ് പോലീസ് ബഷീർ, അബ്ദുൾ വഹാബ്, മലയംകുളത്ത് സുജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മരത്തംകോട് ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച തൃശൂർ ജില്ലാ സഹോദയ അധ്യാപക കലോത്സവത്തിന് കൊടിയിറങ്ങി. മേളയിൽ തൃശൂർ നിർമ്മലമാത സെൻട്രൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ആവേശപൂർവ്വം നടന്ന കലാമത്സരങ്ങളിൽ 140 പോയിന്റ് നേടിയാണ് തൃശൂർ നിർമ്മലമാത സെൻട്രൽ സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ആതിഥേയരായ ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂൾ മരത്തംകോട് 139 പോയിന്റ് നേടി 2ാമതെത്തി. ചിന്മയ വിദ്യാലയ കോലഴി 133 പോയിന്റ് നേടി 3ാം സ്ഥാനം നേടി. സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള സമ്മാനദാനം ആനന്ദ് മധുസൂദനൻ നിർവഹിച്ചു. അധ്യാപക കലോത്സവം പ്രോഗ്രാം കൺവീനർ ഷേബ ജോർജ് സ്വാഗതവും സഹോദയ ജോയിന്റ് സെക്രട്ടറി വസന്ത മാധവൻ നന്ദിയും പറഞ്ഞു. ഫാദർ ലിജോ പോൾ CMI, സുജാത ഹരിമോഹൻ, ഡോക്ടർ CL ജോഷി, മുസ്തഫ, രാധാമണി C എന്നിവർ സംബന്ധിച്ചു. പ്രശസ്ത സംഗീത സംവിധായകനും നടനുമായ ആനന്ദ് മധുസൂദനൻ വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സഹോദയ പ്രസിഡന്റ് രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC കലോത്സവ പരിപാടികൾ അവലോകനം ചെയ്ത് സംസാരിച്ചു. തൃശൂർ ജില്ലാ സഹോദയുടെ 4ാമത് അധ്യാപക കലോത്സവമാണ് നടന്നത്. അധ്യാപകരിൽ ഒളിഞ്ഞിരിക്കുന്ന സർഗശേഷിയുടെ വിസ്മയകരമായ വിളംബരം തന്നെയാണ് വേദിയിൽ പ്രകടമായത്. ജില്ലാ സഹോദയ രക്ഷാധികാരി ഡോക്ടർ M. ദിനേശ് ബാബു കലാമത്സരങ്ങളുടെ ഫലപ്രഖ്യാപനം നടത്തി. വേലൂർ ബ്യൂറോയ്ക്കൊപ്പം CCTV ന്യൂസ്, എരുമപ്പെട്ടി. ബൈക്കിലെത്തിയ അക്രമി സംഘം ബസിന് നേരെ ആക്രമണം നടത്തി. യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ അൻസാർ ആശുപത്രിക്ക് സമീപം ബൈക്കിലെത്തിയ അജ്ഞാതരായ 2 അംഗ അക്രമി സംഘമാണ് ബസിന് നേരെ ആക്രമണം നടത്തിയത്.
കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോകുകയായിരുന്ന ബായി ബസിന് നേരെയാണ് ബൈക്ക് മുന്നിൽ നിർത്തി ഹെൽമറ്റ് ഗ്ലാസിലേക്ക് എറിഞ്ഞത്. അക്രമി സംഘം ഉടൻ ബൈക്കിൽ അതിവേഗത്തിൽ രക്ഷപ്പെട്ടതായി പറയുന്നു. മുൻവശത്തെ സീറ്റുകളിൽ ഇരുന്ന യാത്ര ചെയ്തിരുന്ന കൂറ്റനാട് തെക്കത്തുവളപ്പിൽ അബൂബക്കർ മകൾ റസ്ല, മരത്തംകോട് കോലാടിയിൽ പ്രതീഷ് ഭാര്യ അശ്വതി എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമീപത്തെ ബാറിൽ നിന്നും മദ്യപിച്ചെത്തിയ സംഘമാണ് നിറയെ യാത്രക്കാരുണ്ടായിരുന്ന ബസിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നിലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇവർ ബാറിലും ആക്രമണം ഉണ്ടാക്കിയതായും സൂചനയുണ്ട്. വരുമ്പോൾ അൻസാർ ഹോസ്പിറ്റലിന്റെ മുന്നിലെത്തുമ്പോൾ ഓപ്പോസിറ്റ് കാണിബാറിന്റെ റോഡിൽ നിന്ന് ബൈക്ക് കയറി വന്ന് ഒരു ഹെൽമെറ്റ് എടുത്ത് രണ്ടുപേരുണ്ടായിരുന്നു. പുറകിലിരിക്കുന്ന രണ്ടാള്, ഒരാൾ ഹെൽമെറ്റ് എടുത്ത് ഒരൊറ്റ വരെ മെയിൻ ക്ലാസ്. ഞങ്ങൾ തൃശ്ശൂരിലേക്ക് പോവാണ്, ഒന്നും മാറ്റാനില്ല, നിർത്താതെ ഒരൊറ്റ പോയി. പരിക്കുണ്ട്, വണ്ടിയിൽ രണ്ട് പിള്ളേർക്ക് പരിക്കുണ്ട്, അവരുടെ ഹോസ്പിറ്റലിൽ. KSTPയുടെ ഉറപ്പ് വീണ്ടും പാഴായി. തൃശൂർ കുന്നംകുളം റോഡിലെ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തി ഇനിയും ആരംഭിച്ചില്ല. ആഗസ്റ്റ് 15 മുതൽ ചൂണ്ടൽ മുതൽ മഴുവഞ്ചേരി വരെയുള്ള മേഖലയിലെ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തി ആരംഭിക്കുമെന്നാണ് നിർമ്മാണ ചുമതലയുള്ള KSTP അധികൃതർ വ്യക്തമാക്കിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് ഗതാഗത നിയന്ത്രണത്തിനുള്ള നടപടികളും സ്വീകരിച്ചിരുന്നു. എന്നാൽ പ്രഖ്യാപിച്ച തീയതി കഴിഞ്ഞ് 3 ദിവസം പിന്നിടുമ്പോഴും പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള യാതൊരു നടപടിയും KSTP അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കൈപ്പറമ്പ് മേഖലയിൽ കുഴിയടക്കൽ പ്രവൃത്തി പുരോഗമിക്കുന്നുണ്ട്. കൈപ്പറമ്പിൽ നിന്നാരംഭിച്ച് മുണ്ടൂർ ഭാഗത്തേക്ക് അറ്റകുറ്റപ്പണി നടത്തുന്നതിനാണ് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളതെന്നാണ് കരാറുകാരൻ പറയുന്നത്. മഴ മാറി നിന്ന് കാലാവസ്ഥ അനുകൂലമായിട്ടും റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാത്തത് യാത്രികരെ വെല്ലുവിളിക്കുന്നതിന് സമമാണ്. 18 ദിവസം നീണ്ട നിരാഹാര സമരം നടത്തി വന്നിരുന്ന SDPI മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ദിലീപ് അബ്ദുൽ ഖാദർ സമരം അവസാനിപ്പിച്ചത് KSTP അധികൃതരുടെ ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നായിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. പന്തൽപ്പണിക്കിടെ യുവാവ് കുഴഞ്ഞു വീണു മരിച്ചു. കൂറ്റനാട് പയ്യടിപ്പടി ശാന്തയുടെ മകൻ 44 വയസ്സുള്ള രതീഷാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 3 മണിയോടെ വടക്കേ വാവന്നൂരിൽ പന്തൽപ്പണി ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ കൂറ്റനാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഗിരീഷ് സഹോദരനാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇല്ലം നിറ ഞായറാഴ്ച നടക്കും. ആദ്യ കൊയ്ത്തിന്റെ നെല്ല് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന പുണ്യപ്രസിദ്ധമായ ചടങ്ങാണ് ഇല്ലം നിറ. രാവിലെ 6:18 മുതൽ 7:54 വരെയുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങ് നടക്കുക. ചടങ്ങിനുള്ള കതിർക്കറ്റകൾ അഴീക്കൽ മനയം കുടുംബങ്ങളിലെ പാരമ്പര്യ അവകാശികൾ ക്ഷേത്രനടയിലെത്തിച്ചു. കിഴക്കേ ഗോപുരത്തിന് സമീപം എത്തിച്ച കറ്റകൾ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഏറ്റുവാങ്ങി. അഴീക്കൽ കുടുംബാംഗം വിജയൻ നായർ, മനയം കുടുംബാംഗം കൃഷ്ണകുമാർ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. തെക്കേനടയിൽ നാഴികമണിക്ക് മുൻവശത്തായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന പന്തലിൽ സമർപ്പിച്ച കറ്റകൾ ഞായറാഴ്ച രാവിലെ പാരമ്പര്യ അവകാശികൾ ഗോപുരത്തിന് മുന്നിലെത്തിക്കും. അരിമാവണിഞ്ഞ് നാക്കിലെ വെച്ചതിന് മുകളിൽ സമർപ്പിക്കുന്ന കതിർക്കറ്റകൾ ശുദ്ധി വരുത്തിയ ശേഷം കീഴ്ശാന്തി നമ്പൂതിരിമാർ കൊടിമരച്ചുവട്ടിൽ എത്തിക്കും. മേൽശാന്തി ലക്ഷ്മി പൂജ നടത്തിയ ശേഷം ഒരു കെട്ട് കതിർ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കും. തുടർന്ന് ഉപദേവന്മാരുടെ ശ്രീകോവിലുകളിലും നിറ നടത്തും. പൂജിച്ച നെൽക്കതിരുകൾ പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. ഇല്ലം നിറയുടെ തുടർച്ചയായുള്ള തൃപ്പുത്തരി ആഗസ്റ്റ് 28 നടക്കും. രാവിലെ 9:35 മുതൽ 11:40 വരെയുള്ള മുഹൂർത്തത്തിലാണ് തൃപ്പുത്തരി. പുതിയ നെല്ലിന്റെ അരി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പായസം ഗുരുവായൂരപ്പന് നിവേദിക്കുന്ന ചടങ്ങാണിത്. വർഷത്തിൽ ഒരിക്കൽ മാത്രമായി ഗുരുവായൂരപ്പന് പത്തിലക്കറിയും ഉപ്പുമാങ്ങയും നിവേദിക്കുന്നത് തൃപ്പുത്തരി ദിവസമാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ പുത്തരി പായസമാണ് ഭക്തർ ചീട്ടാക്കാറുള്ളത്. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇല്ലം നിറ പൂജ കൊടിമരച്ചുവട്ടിൽ നടത്തുന്നത് തടയണമെന്ന ഹർജിയിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. കൊടിമരച്ചുവട്ടിൽ പൂജ നടത്താനുള്ള ദേവസ്വം ഭരണസമിതി തീരുമാനം ദേവഹിതവും തന്ത്രിയുടെ അഭിപ്രായവും കണക്കിലെടുത്തതാണെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. അതിനാൽ ഇടപെടാനാവില്ലെന്നും ദേവസ്വം ബെഞ്ച് അറിയിച്ചു. ഭക്തജനങ്ങൾക്കുള്ള സൗകര്യം കൂടി കണക്കിലെടുത്താണ് പൂജ കൊടിമരച്ചുവട്ടിൽ നടത്താൻ തീരുമാനിച്ചതെന്ന് TK വിപിൻ ദാസ് കോടതിയിൽ ബോധിപ്പിച്ചു. പൂജ നമസ്കാര മണ്ഡപത്തിൽ തന്നെ തുടരണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു തന്ത്രി കുടുംബാംഗമായ ചേനാസ് മനയിലെ PC കൃഷ്ണനും മറ്റും ഹർജി സമർപ്പിച്ചത്. ഹർജിക്കാർ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ക്ഷേത്രത്തിലെ തിരക്ക് ഒഴിവാക്കാൻ പുതിയ തീരുമാനം സഹായകരമാകുമെന്നും ദേവസ്വം കോടതിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. വെള്ളിയാഴ്ച പ്രത്യേക സിറ്റിംഗിലാണ് ജസ്റ്റിസുമാരായ അനിൽ K നരേന്ദ്രൻ, ഹരിശങ്കർ V മേനോനും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് കേസ് പരിഗണിച്ചത്. 3 ലിറ്റർ വിദേശ മദ്യവുമായി അനധികൃത മദ്യവിൽപ്പനയ്ക്കിടെ പഴുനാന സ്വദേശിയെ കുന്നംകുളം എക്സൈസ് പിടികൂടി.
അനധികൃത മദ്യവിൽപ്പന നടത്തുകയായിരുന്ന പഴുതാന സ്വദേശി മോനുട്ടൻ എന്ന ബാബുവിനെയാണ് കുന്നംകുളം എക്സൈസ് പിടികൂടിയത്. മേഖല കേന്ദ്രീകരിച്ച് പ്രതി അനധികൃത മദ്യവിൽപ്പന നടത്തുന്നുണ്ടെന്ന് എക്സൈസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളായി ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം അനധികൃത മദ്യവിൽപ്പന നടത്തുന്നതിനിടെ 6 കുപ്പികളിലായി സൂക്ഷിച്ചിരുന്ന 3 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പ്രതിയെ എക്സൈസ് സംഘം പിടികൂടിയത്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി മാഷുപടിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഗൃഹനാഥയ്ക്ക് പരിക്കേറ്റു. തിച്ചൂർ കോഴിക്കുന്ന് വീട്ടിൽ കുമാരിക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:15 അപകടം. ഇവർ ബൈക്കിന് പുറകിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു. എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ വടക്കാഞ്ചേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഷ്ടമിരോഹിണി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഗുരുവായൂരപ്പന് 1 കുടം നറുവെണ്ണയും 301 കുടം അപ്പവും സമർപ്പിച്ചു. മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ വെണ്ണയും അപ്പവും സമർപ്പിച്ച ശേഷം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ജസ്റ്റിസ് സോമരാജൻ, നടൻ ശിവജി ഗുരുവായൂർ, മുൻ MLA രാജൻ ബാബു തുടങ്ങി 10ഓളം പേർ വെണ്ണയും അപ്പവുമായി എഴുന്നള്ളിപ്പിന് മുന്നിൽ അണിനിരന്നു. നാഗസ്വരം, പഞ്ചവാദ്യം, മുത്തുകുടകൾ, കൊടിക്കൂറകൾ എന്നിവയുടെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പിൽ കൃഷ്ണൻ, സുദാമാവ്, കുറൂരമ്മ എന്നീ വേഷങ്ങളോടെ ഭക്തരും അനുഗമിച്ചു. കിഴക്കേ ഗോപുരനടയിലെത്തിയ എഴുന്നള്ളിപ്പിന് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ഗുരുവായൂരപ്പന് സമർപ്പിച്ച അപ്പം ഭക്തർക്ക് സൗജന്യമായി വിതരണം ചെയ്തു. BP ഉണ്ണികൃഷ്ണൻ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, സുവർണ മനോജ്, V അച്യുതക്കുറുപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിങ്ങം 1 നാട് കർഷക ദിനമായി ആചരിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുടുംബശ്രീ, സഹകരണ സംഘങ്ങൾ, പാടശേഖര സമിതികൾ, കർഷക സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ നടന്ന ദിനാചരണത്തിൽ മികച്ച കർഷകരെ ആദരിച്ചു. വിശദാംശങ്ങളിലേക്ക്. ചൂണ്ടൽ കൃഷിഭവൻ അങ്കണത്തിൽ നടന്ന കർഷക ദിനാചരണം ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. മികച്ച കർഷകരായി തിരഞ്ഞെടുത്തവരെ ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ ആദരിച്ചു. മുതിർന്ന കർഷകൻ രായമരക്കാർ മോനു, മികച്ച കർഷക തൊഴിലാളി KK അയ്യപ്പൻ, മികച്ച ജൈവ കർഷകൻ സുധീഷ് മേക്കാട്ടിൽ, മികച്ച വനിതാ കർഷക അനിത അശോകൻ, മികച്ച വിദ്യാർത്ഥി കർഷകൻ അമീൻ അസ്ലം, മികച്ച പട്ടികജാതി കർഷകൻ മണികണ്ഠൻ പുളിക്കൽ, മികച്ച നെൽ കർഷകൻ K വിജു, മികച്ച സമ്മിശ്ര കർഷകൻ KC മനോജ്, മികച്ച ക്ഷീര കർഷക വനജ സുധാകരൻ, മികച്ച പച്ചക്കറി കർഷകൻ PK പ്രകാശൻ എന്നിവരെയാണ് ആദരിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിത ഉണ്ണികൃഷ്ണൻ, ജോലറ്റ് വിനു, പഞ്ചായത്ത് സെക്രട്ടറി KE ഉണ്ണി, കൃഷി ഓഫീസർ P റിജിത്ത്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സെബാസ്റ്റ്യൻ ചുണ്ടൽ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ KN യമുനാദേവി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാർഷിക മേഖലയിലെ നൂതന വളപ്രയോഗ രീതികൾ എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണവും മികച്ച കർഷകരെ ആദരിക്കലും നടന്നു. ഗ്രാമപഞ്ചായത്ത് EK നായനാർ കോൺഫറൻസ് ഹാളിൽ നടന്ന കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ നിവ്യ റിനീഷ്, NM ബാലചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി PM നരേന്ദ്രനാഥ്, കൃഷി ഓഫീസർ ഗായത്രി രാജശേഖരൻ, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ K അജീഷ എന്നിവർ സംസാരിച്ചു. മുതിർന്ന കർഷകനായ TO തോമസ്, കേര കർഷകനായ ജോൺസൺ ചക്രമാക്കിൽ, സമ്മിശ്ര കർഷകൻ വസന്തകുമാർ, ക്ഷീര കർഷകൻ അനിൽകുമാർ, പട്ടികജാതി കർഷകൻ KV സുരേഷ്, വനിതാ കർഷക ഷെൽജ ബൽറാം, നെൽ കർഷകൻ K രാമചന്ദ്രൻ, കർഷക തൊഴിലാളി അപ്പുക്കുട്ടൻ, വിദ്യാർത്ഥി കർഷകൻ അലൻ തോമസ്, ജൈവ കർഷക ബീന ഉണ്ണികൃഷ്ണൻ, തേനീച്ച കർഷകൻ BL സുനിൽകുമാർ, സംഘകൃഷി വസന്തം ഗ്രൂപ്പ് എന്നിവരെയാണ് ആദരിച്ചത്. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, പാടശേഖര സമിതി ഭാരവാഹികൾ, കർഷകർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും പാടശേഖര സമിതികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോഭാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ AV വല്ലഭൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് പരിധിയിലെ തെരഞ്ഞെടുത്ത മികച്ച കർഷകരെയാണ് ആദരിച്ചത്. ചൊവ്വന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് ഷാഫി, ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സത്യവതി PK, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്നകുമാരി, പഞ്ചായത്ത് അംഗങ്ങളായ ഷഹീദ് KM, പ്രമേഷ് കുമാർ, കൃഷി ഓഫീസർ ശ്രുതി PD, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സ്മിത നാരായണൻ, കൃഷി അസിസ്റ്റന്റുമാരായ രജിത NK,
നീതു പി വി, കാർഷിക വികസന സമിതി അംഗങ്ങൾ, പാടശേഖര സമിതി ഭാരവാഹികൾ, കർഷകർ എന്നിവരും സന്നിഹിതരായിരുന്നു. കർഷക കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടവല്ലൂർ പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിക്കലും പച്ചക്കറി വിത്ത് വിതരണവും സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വാസുദേവൻ അധ്യക്ഷത വഹിച്ച യോഗം കെപിസിസി മെമ്പർ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി, മഹേഷ് തിപ്പലശ്ശേരി, CK സുലൈമാൻ, വൈസ് പ്രസിഡന്റ് കുഞ്ഞുമുഹമ്മദ് എന്നിവർ സംസാരിച്ചു. മണ്ഡലത്തിലെ മികച്ച കർഷകരായി മുഹമ്മദ്, ചന്ദ്രൻ, ഖാദർ, ഹൈദർ, രവി ചാണാശ്ശേരി, റിഫാഹീൻ, മണി എന്നിവരെ ആദരിച്ചു. പുന്നയൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന കർഷക ദിനാചരണം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കർഷകരെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കർഷക ദിനത്തോടനുബന്ധിച്ച് സുഭിക്ഷം പുന്നയൂർ പദ്ധതിയുടെ ഭാഗമായി വിവിധ കൃഷിക്കൂട്ടങ്ങൾ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി, പഴങ്ങൾ, പൂക്കൾ വിപണനം ചെയ്യുന്നതിനായി നാട്ടുവിപണി പുന്നയൂരിൽ ആരംഭിച്ചു. കതിർ ആപ്പ് പരിചയപ്പെടുത്തുന്ന കൌണ്ടറും ഉണ്ടായിരുന്നു. ബാങ്ക് പ്രതിനിധികൾ കാർഷിക വായ്പാ പദ്ധതിയെക്കുറിച്ച് വിശദീകരണം നടത്തി. കാർഷിക സെമിനാർ കാർഷിക വരുമാനത്തിന് മൂല്യവർദ്ധനവും വിപണനവും എന്ന വിഷയത്തിൽ ഡോക്ടർ TA വിദ്യ ക്ലാസ് എടുത്തു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിശ്വനാഥൻ മാസ്റ്റർ, AK വിജയൻ, മെമ്പർമാരായ C അറഫാത്ത്, അഷ്റഫ്, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ, പഞ്ചായത്ത് സെക്രട്ടറി NV ഷീജ, കുടുംബശ്രീ ചെയർപേഴ്സൺ അനിത സുരേഷ് എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ ഗംഗാദത്തൻ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് PA ഷാജിമോൻ നന്ദിയും പറഞ്ഞു. മെമ്പർമാർ, പാടശേഖര സമിതി അംഗങ്ങൾ, വിവിധ കാർഷിക സമിതി ഭാരവാഹികൾ, കൃഷിക്കൂട്ടം, കർഷക സുഹൃത്തുക്കൾ എന്നിവർ പങ്കെടുത്തു. പൊന്നൂർകുളം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി പൊന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീറിന്റെ അധ്യക്ഷതയിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്രീഷ്മ ഷനോജ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബെറ്റ്സി മെറീന ജോൺ ക്ലാസ് എടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ സ്വാഗതവും കൃഷി ഓഫീസർ K ശ്രീരാഗ് നന്ദിയും പറഞ്ഞു. കർഷക ദിനത്തിനോടനുബന്ധിച്ച് ചാവക്കാട് നഗരസഭയും ചാവക്കാട് കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷകരെ ആദരിച്ചു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലിം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, നഗരസഭാ മുൻ ചെയർമാനും കൌൺസിലറുമായ MR രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കർഷകർ, കൃഷിഭവൻ ഉദ്യോഗസ്ഥർ, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയ നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. ഒരുമനയൂർ ഗ്രാമപഞ്ചായത്തിൽ ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പ്രദേശത്തെ കർഷകരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കൃഷി ഓഫീസർ എമിലി, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഷിത, ഭരണസമിതി അംഗങ്ങളായ കയ്യുമു ടീച്ചർ, KB രവീന്ദ്രൻ, ഫിലോമിന ടീച്ചർ, ബ്ലോക്ക് മെമ്പർ ഷൈനി ഷാജി, ഹസീന അൻവർ, നഷ്ര മുഹമ്മദ്, സിന്ധു അശോകൻ, നസീർ മൂപ്പിൽ, ബിന്ദു ചന്ദ്രൻ, VC ഷാഹിബാൻ, KJ ചാക്കോ, ബ്ലോക്ക് മെമ്പറും ഒരുമനയൂർ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റുമായ AT മുജീബ് എന്നിവർ സംസാരിച്ചു. കാർഷിക വികസന സമിതി അംഗങ്ങൾ, ആദരിക്കപ്പെട്ട കർഷകർ, വെറ്റിനറി ഡോക്ടർ സിദ്ധാർത്ഥ് ശങ്കർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സാബിറ, കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭയിൽ നടന്ന കർഷക ദിനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാജിദ റഹ്മാൻ പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷഫീർ, A സായിനാഥൻ, ബിന്ദു അജിത് കുമാർ, കൃഷി ഓഫീസർ VC രജിന, കൃഷി ഫീൽഡ് ഓഫീസർ S ശശീന്ദ്ര, PA അരവിന്ദൻ, വത്സൻ കളത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ തൈക്കാട്, പൂക്കോട് കൃഷിഭവനുകളുടെ പരിധിയിലെ 16 കർഷകരെ ആദരിച്ചു. നല്ല ഭക്ഷണവും ജൈവ കൃഷിയും എന്ന വിഷയത്തിൽ അഗ്രികൾച്ചർ റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ES മിനി ക്ലാസ് എടുത്തു. കാർഷിക വിപണനമേളയും ഉണ്ടായിരുന്നു. കടവല്ലൂർ പഞ്ചായത്തും കൃഷിഭവനും സഹകരണ ബാങ്കും വിവിധ പാടശേഖര സമിതികളും സംയുക്തമായി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ദിനാചരണം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
മികച്ച നെൽകർഷകൻ കാട്ടുകുളങ്ങര രമേശ്, ജൈവകർഷകൻ മാനംകണ്ടത്ത് മുഹമ്മദ്, സമ്മിശ്ര കർഷകൻ പട്ടിയാമ്പുള്ളി ജനാർദ്ദനൻ, ക്ഷീരകർഷകൻ വലിയ പീടികയിൽ അബ്ദുള്ള, മുതിർന്ന കർഷകൻ തോപ്പിലവളപ്പിൽ മുഹമ്മദ്, വിദ്യാർത്ഥി കർഷകൻ അരവിന്ദ് ഘോഷ്, കർഷക തൊഴിലാളി വേലായുധൻ, വനിതാ കർഷക ഓടാട്ട് രമ്യ ഷിജു, SC കർഷക PK തങ്ക, മട്ടുപ്പാവ് കർഷകൻ അത്തിക്കപ്പറമ്പിൽ സുലൈമാൻ, യുവ കർഷകൻ അട്ടേപ്പാടത്ത് നിഖിൽ എന്നിവരെ ഉപഹാരവും പൊന്നാടയും നൽകി ആദരിച്ചു. മികച്ച ജൈവ കർഷകനായ മാനംകണ്ടത്ത് മുഹമ്മദ് ഹാജി വയനാടിന്റെ പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10,000 രൂപ MLAക്ക് കൈമാറി. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മ വേണുഗോപാൽ മുഖ്യാതിഥിയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് BFAC ചെയർമാൻ M ബാലാജി, കാർഷിക വികസന സമിതി അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസ് കുമാർ, ജനപ്രതിനിധികൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടുകാമ്പാൽ പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി വിവിധ കർഷക കൂട്ടായ്മകളുടെ സഹകരണ സംഘങ്ങളുടെയും സഹകരണത്തോടെ പഴഞ്ഞി ജെറൂസലേം സെന്ററിലെ ഹാപ്പി ഹോം ഓഡിറ്റോറിയത്തിൽ നടത്തിയ ദിനാചരണം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കർഷകൻ കോടത്തൂർ കൊച്ചുണ്ണി, മുതിർന്ന കർഷക തൊഴിലാളി കണ്ടമ്പുള്ളി വാസു, മികച്ച നെൽകർഷകൻ കുന്നത്തുവളപ്പിൽ അബ്ദുൾ റഹ്മാൻ, കേര കർഷകൻ പുലിക്കോട്ടിൽ അബ്രഹാം, വനിതാ കർഷക മാങ്കടവിൽ മജിദ, ക്ഷീരകർഷകൻ കണ്ടമ്പുള്ളി ഗിരീഷ്, പട്ടികജാതി കർഷകൻ കളത്തിൽ ഉണ്ണികൃഷ്ണൻ, സമ്മിശ്ര കർഷകൻ പതിയാനവളപ്പിൽ അബ്ദുൾ സലീം, ജൈവ കർഷകൻ ഏലാഞ്ചേരി രാഘവൻ, പച്ചക്കറി കർഷകൻ പുലിക്കോട്ടിൽ ഡാനി ഡേവിഡ്, വിദ്യാർത്ഥി കർഷക മാരാത്ത് പാർവതി എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ചൊവ്വന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മിനി മേനോൻ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, പാടശേഖര സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന കർഷക ദിനാചരണം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, വടക്കാഞ്ചേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ PG സുജിത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, കൊടുമ്പിൽ മുരളി, പഞ്ചായത്ത് അംഗം MK ജോസ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ് മാസ്റ്റർ, കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ്, കൃഷി ഓഫീസർ AV വിജിത തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 17 കർഷകരെയും ഗ്രൂപ്പുകളെയും ബലകവും ക്യാഷ് അവാർഡും പൊന്നാടയും നൽകി ആദരിച്ചു. കർഷകർ അവാർഡ് തുക വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കായി MLAക്ക് കൈമാറി. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. കുടുംബശ്രീ, സഹകരണ സംഘങ്ങൾ, പാടശേഖര സമിതികൾ, കർഷക സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ നടത്തിയ കർഷക ദിനാചരണം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. കൃഷി ഓഫീസർ ബിബിൻ പൌലോസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലളിത ഗോപി, മെമ്പർ KK മണി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ, ബീന രമേശ്, കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ്, കൃഷി അസിസ്റ്റന്റ് K മുരുകേശൻ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച കർഷകരായ വടക്കേക്കര പത്മനാഭൻ, ജോസ് ചീരൻ, പുത്തൂർ കൈതക്കോട്ടിൽ വർഗീസ്, AB ബിജീഷ് ആവേൻ, ഷിനോജ് കൊട്ടാരപ്പാട്ട്, ജാസ്മിൻ ബെന്നി കൊള്ളനൂർ, ലളിത മണി മടപ്പാട്ടുപറമ്പിൽ, സുനിൽ വള്ളിക്കാട്ടിരി, അനിൽകുമാർ കാളാട്ടുപറമ്പിൽ, AV രാജൻ ആവേൻ, മാസ്റ്റർ KB അഭയ്ദേവ് കോതോട്ടിൽ, പോൾസൺ താം താനിക്കൽ എന്നിവരെ ആദരിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും കാർഷിക വികസന സമിതിയുടെയും പാടശേഖര സമിതികളുടെയും സർവീസ് സഹകരണ ബാങ്കുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. പഞ്ചായത്ത് ഹാളിൽ വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ മേഖലകളിൽ തെരഞ്ഞെടുത്ത മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സപ്ന റഷീദ്, പഞ്ചായത്ത് മെമ്പർമാർ, CDS ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ, ADS മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. പാടശേഖര സമിതി അംഗങ്ങൾ, കർഷക സുഹൃത്തുക്കൾ, തളിർ ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കൃഷിഭവൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടത്തി. ഹരിതഭൂമി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹയർ സെക്കൻഡറി ക്യാമ്പസിൽ പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം TP അജീഷ തൈകൾ നട്ട് നിർവഹിച്ചു. തുടർന്ന് ക്യാമ്പസ് ശുചീകരണവും നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ KS സന്ധ്യ, പ്രോഗ്രാം ഓഫീസർ M അൻവർ റഷീദ്, ജനറൽ ലീഡർ ഫർസിൻ, ഹരിത, ഗൗതം, ദിൽന എന്നിവർ നേതൃത്വം നൽകി. കാണിപ്പയ്യൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. കാണിപ്പയ്യൂർ ബാങ്ക് ഹെഡ് ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ പരിധിയിലുള്ള തെരഞ്ഞെടുത്ത മുതിർന്ന കർഷകരെ
ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് CV ജോയ് അധ്യക്ഷത വഹിച്ചു. വെറ്റിനറി യൂണിവേഴ്സിറ്റി VCയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ PC ശശീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ PD ശ്രുതി മുഖ്യാതിഥിയായി. ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർമാരായ ഗിരീഷ് കുമാർ, വിലാസിനി മോഹൻ, ഷാജു, സ്റ്റാലിനി, മുത്തു, ശ്രീകല, ഷീബ സൈമൺ, സുമയ്യ എന്നിവർ സന്നിഹിതരായിരുന്നു. യോഗത്തിന് ബാങ്ക് ഡയറക്ടർ ശശി പൂവത്ത് സ്വാഗതവും സെക്രട്ടറി MM നസീർ നന്ദിയും പറഞ്ഞു. ബാങ്ക് ജീവനക്കാർ, സഹകാരികൾ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭ ആർത്താറ്റ് കുന്നംകുളം കൃഷിഭവനുകളുടെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും നടന്നു. നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. കൃഷിഭവനുകൾക്ക് കീഴിലുള്ള പ്രദേശങ്ങളിലെ തെരഞ്ഞെടുത്ത കർഷകരെയാണ് ആദരിച്ചത്. മുതിർന്ന കർഷകൻ, മുതിർന്ന കർഷക തൊഴിലാളി, വനിതാ കർഷക, പട്ടികജാതി വിഭാഗം കർഷകർ, യുവ കർഷകർ, വിദ്യാർത്ഥി കർഷകർ, ജൈവ കർഷകർ തുടങ്ങിയ വിഭാഗങ്ങളിൽ ആദരം നടത്തി. ജില്ലയിലെ മികച്ച കൃഷി ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട കുന്നംകുളം കൃഷിഭവൻ ഓഫീസർ S ജയനെയും ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വരൂപിച്ച തുക കർഷകർ ചെയർപേഴ്സണ് കൈമാറി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, ബിജു C ബേബി, സെക്രട്ടറി വിശ്വനാഥൻ, കൃഷി ഓഫീസർമാരായ S ജയൻ, സ്വേഗ ആന്റണി, മുതിർന്ന കർഷകരായ പ്രഭാകരൻ പണിക്കശ്ശേരി, CA അച്യുതൻ, ശങ്കരൻ നെയ്യംപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക തൊഴിലാളി ആദരവും അവാർഡ് വിതരണവും നടത്തി. പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത മികച്ച കർഷകരെ ആദരിച്ചു. മുതിർന്ന കർഷകൻ പുഷ്കരൻ കാവീട്ടിൽ, കർഷക തൊഴിലാളി CK ഫ്രാൻസിസ്, വനിതാ കർഷക PM നജീബ, ക്ഷീരകർഷകൻ സജീഷ് ബാലൻ, SC/ST കർഷക രുക്മണി, വിദ്യാർത്ഥി കർഷകൻ ശ്രാവൺ, യുവ കർഷകൻ KA ഷിഹാബ്, സമ്മിശ്ര കർഷകൻ അബ്ദുൾ ഹമീദ്, നെൽകർഷക ഫാത്തിമ മസൻ, ജൈവ കർഷക ഷെല്ലി ജോസ്, കുഞ്ഞുമുഹമ്മദ് എന്നിവരെയാണ് ആദരിച്ചത്. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ മുഖ്യാതിഥിയായിരുന്നു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുഞ്ഞുമുഹമ്മദ് തെക്കുമുറി, ബ്ലോക്ക് മെമ്പർ ബിജു പള്ളിക്കര, വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ +2 വിദ്യാർത്ഥികളെയും വ്യത്യസ്ത മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ച പ്രതിഭകളെയും ആദരിച്ചു. കാട്ടകാമ്പാൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക ദിനാചരണത്തിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ നിർവഹിച്ചു. മികച്ച 10ഓളം കർഷകർക്ക് കർഷകശ്രീ ഉപഹാരം ചടങ്ങിൽ നൽകി. സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അതിയാരത്ത് അധ്യക്ഷത വഹിച്ചു. ബിജോയ് B തോലത്ത്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, കാട്ടകാമ്പാൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ, പഞ്ചായത്ത് അംഗം MA അബ്ദുൾ റഷീദ്, NK അബ്ദുൾ മജീദ്, CC മോഹൻ മാസ്റ്റർ, CG നായർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് KG സുരേന്ദ്രൻ, കപ്പളങ്ങാട് തിലകൻ, CT കൃഷ്ണൻകുട്ടി, കളത്തിൽ ഉണ്ണികൃഷ്ണൻ, CI മുകുന്ദൻ, സെയ്ദ് ഒലിയിൽ, KK രവി, NM റഫീഖ്, KA ഹനീഫ, സജിത വിനോദ് എന്നിവരെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. പോർക്കുളം പഞ്ചായത്ത് കർഷക ദിനാചരണം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മിനി മേനോൻ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്തിലെ മികച്ച കർഷകരായ കരുമത്തിൽ കേശവദാസ്, മുതിർന്ന കർഷകൻ കുറുമ്പൂർ കുഞ്ഞുമോൻ, വനിതാ കർഷക കാരാമിൽ സുമിഷ, ക്ഷീര കർഷകൻ എഴുത്തുപുരയ്ക്കൽ സ്മിജിത്ത്, യുവ കർഷകൻ മേക്കാട്ടുകുളം രഞ്ജിത്ത്, സമ്മിശ്ര കർഷകൻ പൊറ്റയിൽ ഗോപി, SC കർഷകൻ കാഞ്ഞിരക്കായ് സുനി, കുട്ടി കർഷകൻ ശരത്ത് ശ്രീരാഗ്, ഗ്രൂപ്പ് കർഷകൻ ഐശ്വര്യ JLG എന്നിവരെ ആദരിച്ചു. ബെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹൈസ്കൂൾ മെഡലുകളും സമ്മാനിച്ചു. നെൽകർഷകൻ കേശവദാസ് കരുണത്തിലും വനിതാ കർഷക സുമീഷ കാരാമിലും തങ്ങൾക്ക് ലഭിച്ച ക്യാഷ് പ്രൈസും ഐശ്വര്യ JLG സമാഹരിച്ച തുകയും പോർക്കുളം കുടുംബശ്രീയുടെ 1 ലക്ഷം രൂപയുടെ ചെക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി MLAക്ക് ചടങ്ങിൽ കൈമാറി. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ പാടശേഖര സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. കൃഷി ഓഫീസർ പ്രശാന്ത് അരവിന്ദ് കുമാർ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് MT രജിത നന്ദിയും പറഞ്ഞു. കുനുമുച്ചി ശ്രേയസിന്റെ നേതൃത്വത്തിൽ പോർക്കുളം പഞ്ചായത്തിൽ തന്റെ പാടശേഖരത്തിൽ നവര, രക്തശാലി തുടങ്ങിയ നെൽകൃഷികളിൽ വിജയം കൈവരിച്ച കൊങ്ങണൂർ സ്വദേശിയായ മണലിൽ ലാസറുമായി ആശയ സംവാദം നടത്തി. ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിലെ സയൻസ് ബിരുദ വിദ്യാർത്ഥി അനന്യ PS കർഷക ദിന സന്ദേശം നൽകി. മേജർ PJ സ്റ്റൈജു, PJ ബിജോയ്, വിദ്യാർത്ഥി പ്രതിനിധികളായ ആൽവിൻ വിനോദ്, അഭിഷേക് അമ്പിളി, നോവിയ, നെവിൻ എന്നിവർ സംസാരിച്ചു. പുതിയ തലമുറ
പഴയകാല കൃഷിരീതികളെക്കുറിച്ച് മനസ്സിലാക്കാനും കേൾക്കാനും തയ്യാറായതിൽ സന്തോഷമുണ്ടെന്ന് മറുപടി പ്രസംഗത്തിൽ ML ലാസർ പറഞ്ഞു. അമൃത PS സ്വാഗതവും സാവിയോ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളായ ക്രിസ് മരിയ, സ്നേജ, സിയ എന്നിവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ പുതുവത്സര പിറവി ദിനമായ ചിങ്ങം 1 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ഗജപൂജ, ആനയൂട്ട് എന്നിവ നടന്നു. രാവിലെ നട തുറക്കലിന് ശേഷം വിശേഷാൽ പൂജകളെ തുടർന്ന് ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ എന്നിവ നടന്നത്. തുടർന്ന് നടന്ന ആനയൂട്ടിൽ പങ്കെടുത്ത കൊമ്പന്മാർക്ക് ക്ഷേത്രം തന്ത്രി, മേൽശാന്തി, ഭരണസമിതി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ എന്നിവർ ചേർന്ന് പഴവർഗ്ഗങ്ങൾ നൽകി. ഭരണസമിതി പ്രസിഡന്റ് NK ബാലകൃഷ്ണൻ, സെക്രട്ടറി C ഹരിദാസ്, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭക്തജനങ്ങളും പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ 6:18 മുതൽ 7:40 വരെയുള്ള മുഹൂർത്തത്തിൽ ഇല്ലംനിറ നടക്കും. കുന്നംകുളം ബെദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ആന്റി റാഗിംഗ് സെല്ലിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ U മഹേഷ് ക്ലാസ് എടുത്തു. ആന്റി റാഗിംഗ് സെൽ കോർഡിനേറ്റർ ഐശ്വര്യ R മോഹൻ, കോളേജ് യൂണിയൻ ചെയർമാൻ ജോൺ ക്ലിന്റ്, വിദ്യാർത്ഥികളായ പൗർണമി, സ്നേഹ, വൈഷ്ണവ് എന്നിവർ സംസാരിച്ചു. UAE കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രവാസി സംഘടനയായ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം ചിറ്റണ്ട സ്വദേശിയായ അഷ്റഫിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ തറക്കല്ലിടൽ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സിനിമാ താരം നിയാസ് ബക്കർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 9 പഞ്ചായത്തുകളിൽ അർഹരായ 9 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് സ്നേഹവീട്. ഒരു പഞ്ചായത്തിൽ ഒരു വീട് എന്ന ക്രമത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനു മുമ്പ് വേലൂർ, തെക്കുംകര പഞ്ചായത്തുകളിലും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലുമായി 3 വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ UAE കേന്ദ്രീകരിച്ചും സ്വദേശത്തും ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടന നടത്തിവരുന്നുണ്ട്. ഓരോ വർഷങ്ങളിലും 30 ലക്ഷം രൂപയോളം ഇതിനായി ചിലവഴിക്കുന്നുണ്ട്. വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിൻ്റെ സ്നേഹവീട് എന്ന പദ്ധതിയുടെ ഭാഗമായി 9 പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഓരോ വീട് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇതുവരെ 3 വീട് നിർമ്മിച്ചു നൽകുകയുണ്ടായി. ആദ്യത്തെ വീട് വേലൂർ പഞ്ചായത്തിലും, രണ്ടാമത്തെ വീട് തെക്കുംകര പഞ്ചായത്തിൽ, മൂന്നാമത്തെ വീട് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലുമായിരുന്നു നമ്മൾ കൊടുത്തത്. തറക്കല്ലിടൽ ചടങ്ങിൽ എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ മുഖ്യാതിഥിയാകും. സംഘടനാ ഭാരവാഹികൾ പങ്കെടുക്കും. ഇതിനുശേഷം സംഘടനാ അംഗങ്ങളുടെ കുടുംബസംഗമവും ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടക്കും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുഹൃത്ത് സംഘം പ്രസിഡന്റ് ഫിറോസ് ഖാൻ, സ്നേഹവീട് കോർഡിനേറ്റർ അബൂബക്കർ വിരുപ്പാക്ക, ഷാനു മച്ചാട്, ഹൈദർ കോയ, അബൂബക്കർ, ബിമൽ ജെയിംസ് എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ജീവകാരുണ്യ രംഗത്ത് നിറസാന്നിധ്യമായ തിരുവത്ര ലാസിയോ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 6ാം വാർഷികാഘോഷം ഞായറാഴ്ച നടക്കും. വൈകിട്ട് 3 മണിക്ക് തിരുവത്ര അത്താണി TM മഹൽ മിനി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ PMA ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. ട്രസ്റ്റ് പ്രസിഡന്റ് K നിഷാദ് അധ്യക്ഷനാകും. ചടങ്ങിൽ മേഖലയിലെ വിരമിച്ച അധ്യാപകരെയും ചാവക്കാട് നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിക്കുമെന്ന് ഭാരവാഹികളായ PS മുനീർ, TK രമേശ്, വിപിൻ എന്നിവർ അറിയിച്ചു. ഈ പരിപാടിയിൽ നമ്മുടെ തിരുവത്ര പ്രദേശത്തെ അധ്യാപക സേവനത്തിന് ശേഷം വിരമിച്ച എല്ലാ അധ്യാപകരെയും ആദരിക്കുവാനും അതുപോലെ തന്നെ ചാവക്കാട് നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഒരു ആദരവും അതുപോലെ തന്നെ വയനാട് ദുരന്തമുഖത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനം കാഴ്ചവെച്ച സാമൂഹിക പ്രവർത്തകരെ ആദരിക്കുവാനും ഈ മേഖലയിൽ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. വാഗാശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ ഞായറാഴ്ച ഇല്ലംനിറ ആഘോഷിക്കും. കാലത്ത് 7 മണിക്ക് നടക്കുന്ന ചടങ്ങിന് മേൽശാന്തി മംഗലത്ത് മനയിൽ അനിൽ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. വേലൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തളിർ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിൽ ബഡ്സ് ദിനാഘോഷം സംഘടിപ്പിച്ചു. സിനിമാ ടെലിവിഷൻ താരം അഖിലേഷ് തയ്യൂർ ഉദ്ഘാടനം ചെയ്തു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR
ഷോബി അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ഭരണസമിതി അംഗങ്ങളായ ബിന്ദു ശർമ്മ, ശുഭ അനിൽകുമാർ, PTA പ്രസിഡന്റ് ജോസ് AJ, കുടുംബശ്രീ റിസോഴ്സ് പേഴ്സൺ വിദ്യ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ബഡ്സ് ദിനാഘോഷത്തിന്റെ ഭാഗമായി ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്ത ഭിന്നശേഷി കുട്ടികളുടെ ഗൃഹസന്ദർശനം, രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ സെമിനാർ, ബഡ്സ് ദിനാഘോഷം തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പഠനം നടത്തിയ വിദ്യാലയത്തിനായി സ്റ്റേജ് നിർമ്മിച്ചു നൽകി പൂർവ്വ വിദ്യാർത്ഥിയുടെ മാതൃക. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് ഷാഫി ആലിക്കര നവീകരിച്ച ഓപ്പൺ സ്റ്റേജ് യാഥാർത്ഥ്യമാക്കി നൽകിയത്. ആലിക്കര വലിയകത്ത് കാരക്കാട് വീട്ടിൽ മുഹമ്മദ് ഷാഫി 1982 സ്കൂളിലെ SSLC ബാച്ചാണ് ഹൈസ്കൂൾ പഠനശേഷം പ്രവാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. ഇതിനകം വിലമതിക്കാനാവാത്ത നിരവധി പ്രവർത്തനങ്ങൾ നടത്തി നാടിന് അഭിമാനമാണ് മുഹമ്മദ് ഷാഫി എന്ന ജീവകാരുണ്യ പ്രവർത്തകൻ. സ്കൂളിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഷാഫിയുടെ ആഗ്രഹമായിരുന്നു പഠനകാലത്തെ ഓർമ്മകളിലെ പഴയ സ്റ്റേജ് പുനർനിർമ്മിക്കുക എന്നത്. വരും തലമുറയിലെ വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും ആത്മവിശ്വാസവും വളർത്താൻ ഏകദേശം 2.5 ലക്ഷം രൂപ ചെലവ് ചെയ്ത് സ്റ്റേജ് നവീകരണം പൂർത്തിയാക്കി. ഹൈടെക് ക്ലാസ് മുറികളിലേക്ക് ബെഞ്ചും ഡെസ്കും നൽകിയതിനു പുറമെ സ്കൂൾ വികസന പ്രവർത്തനങ്ങളിലും ഏറെ സജീവമാണ്. സ്കൂളിന്റെ ഉപഹാരമായി മുഹമ്മദ് ഷാഫിയെ ആദരിച്ചു. HM ഇൻചാർജ് ഷീന P. ശങ്കർ മൊമന്റോയും മുൻ PTA പ്രസിഡന്റ് PK കിഷോർ പൊന്നാടയും അണിയിച്ചു. PTA പ്രസിഡന്റ് PV രജീഷ് കുമാർ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ ആനി വിനോദ്, നിഷ അജിത് കുമാർ, PTA വൈസ് പ്രസിഡന്റ് TK സുനിൽകുമാർ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. അയ്യമ്പറമ്പ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ കീഴിലുള്ള പാറപ്പുറം സെന്റ് മേരീസ് ചാപ്പലിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ശുനുയോ പെരുന്നാൾ ആചരിച്ചു. ബുധനാഴ്ച വൈകിട്ട് നടന്ന സന്ധ്യാപ്രാർത്ഥനയോടെ പെരുന്നാളിന് തുടക്കം കുറിച്ചു. വ്യാഴാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് വികാരി ഫാദർ TP വർഗീസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് അങ്ങാടി ചുറ്റിയുള്ള കൊടിയും കുരിശും പ്രദക്ഷിണം നടത്തി. തുടർന്ന് നടന്ന നേർച്ച ഭക്ഷണത്തോടെ പെരുന്നാൾ സമാപിച്ചു. വികാരി ഫാദർ TP വർഗീസ്, ട്രസ്റ്റി ജോൺസൺ പനക്കൽ, സെക്രട്ടറി KP പോളി, കൺവീനർ സിനോഷ് സക്കറിയ എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന ഡോക്ടർ ഗഫൂറിന് വടക്കേക്കാട് 1-ാം വാർഡ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. നീണ്ട 12 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഡോക്ടർ ഗഫൂർ കടപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് സ്ഥലം മാറിപ്പോകുന്നത്. ജനകീയനായ ഡോക്ടർക്ക് വടക്കേക്കാട് 1-ാം വാർഡ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൊമന്റോ നൽകി ആദരിച്ചു. ചടങ്ങിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നിത, വൈലേരി ഗോകുൽ, ഷാക്കിർ, അഷ്റഫ് തറയിൽ എന്നിവർ പങ്കെടുത്തു. പ്രമേഹ രോഗം മൂർച്ഛിച്ച് കാൽവിരലുകൾ മുറിച്ചു മാറ്റപ്പെട്ട യുവാവിനും കുടുംബത്തിനും ഉപജീവനത്തിനായി കടയും വാഹനവും നൽകി രാഷ്ട്രസാരഥി വാട്സപ്പ് കൂട്ടായ്മ. BMS ചുമട്ടുതൊഴിലാളിയായിരുന്ന കൊച്ചന്നൂർ സ്വദേശിയായ മണികണ്ഠനു വേണ്ടിയാണ് സഹായം നൽകിയത്. പൂജാ സാമഗ്രികൾ വിൽക്കുന്ന കടയാണ് സജ്ജീകരിച്ചത്. കടയുടെ ഉദ്ഘാടനം കപ്ലിയങ്ങാട് ക്ഷേത്ര ഭാരവാഹികളായ പ്രമോദ് കിളിയപ്പറമ്പിൽ, ധനേഷ് താമരശ്ശേരി, അയ്യപ്പൻകാവ് ക്ഷേത്ര ഭാരവാഹികളായ മോഹൻ പൊലിയടത്ത്, ബിനീഷ് താണിശ്ശേരി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. രാഷ്ട്രസാരഥി അംഗങ്ങളായ AC ബാബു, സജി പേരോത്ത്, മണി അമരായി, ഷൈജു കൊച്ചന്നൂർ, സനീഷ് കലിയുഗ, സുനിൽ പേരോത്ത്, മണി ആൽത്തറ എന്നിവർ നേതൃത്വം നൽകി. വെങ്കിടങ്ങ് കോറളി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന നരസിംഹ മഹായജ്ഞത്തിന് ഞായറാഴ്ച സമാപനമാകും. മാത്തൂർ ഗണേഷ് അയ്യരാണ് നരസിംഹ മഹായജ്ഞത്തിന്റെ ആചാര്യൻ. കേരളത്തിൽ ആദ്യമായാണ് നരസിംഹ മഹായജ്ഞം നടക്കുന്നത്. ആഗസ്റ്റ് 15-ന് ക്ഷേത്രം തന്ത്രി ഇളങ്ങള്ളൂർ നീലകണ്ഠൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് നരസിംഹ മഹായജ്ഞത്തിന് തുടക്കമായത്. രാവിലെ 9 മണി മുതൽ 5:30 വരെ നാരായണീയ പാരായണവും നടന്നു. ആഗസ്റ്റ് 16-ന് രാവിലെ 5:30 മുതൽ ഗണപതി ഹോമവും രുദ്രാഭിഷേകവും മഹാസുദർശന ഹോമവും നടന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഭക്തിപ്രഭാഷണവും ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് ഉഗ്ര നരസിംഹ പൂജയും നടന്നു. ചിങ്ങം 1-ന് രാവിലെ ഗണപതി ഹോമം, രുദ്രാഭിഷേകം, നവഗ്രഹ ഹോമം എന്നീ ചടങ്ങുകളും ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഭക്തിപ്രഭാഷണവും 5-ന് സത്യനാരായണ പൂജയും നടന്നു. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം, രുദ്രാഭിഷേകം, ത്രിപുരസുന്ദരിയാഗം, കന്യകാപൂജ, സുമംഗലി പൂജ എന്നിവ നടക്കും.
ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഭക്തിപ്രഭാഷണവും 5 മണി മുതൽ ത്രിപുരസുന്ദരി യാഗവും ശ്രീചക്രപൂജയും ഉണ്ടാകും. എല്ലാ ദിവസവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ ചടങ്ങും ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രം ഊരാളൻ ഉള്ളന്നൂർ മന ബിജു തിരുമേനി, ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ ഷാജു പത്യാല, സുബ്രഹ്മണ്യൻ നടുപ്പുരയ്ക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി. നോർത്ത് ഒരുമനയൂർ വെൽഫെയർ അസോസിയേഷൻ നോവ അബുദാബിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടന്നു. ഒറ്റത്തെങ്ങ് മദ്രസ ഹാളിൽ നടന്ന ചടങ്ങ് നോവ അബുദാബി പ്രസിഡന്റ് PM ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. നോർത്ത് ഒരുമനയൂർ വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് PK ഫസലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. VP അലി, അബൂബക്കർ അമ്പലത്ത്, PP റഷീദ്, NK അബ്ദുൾ ലത്തീഫ്, VP കബീർ, AV അലി, NP ഷാഹുൽ ഹമീദ്, PP അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. AV കാസിം ഹാജി, P ഖാദർ, AK അബ്ദുൾ റഹ്മാൻ, NP മുഹമ്മദ് ഫഹദ് എന്നിവർ നേതൃത്വം നൽകി. സെക്രട്ടറി TP അഷ്റഫ് സ്വാഗതവും നവീൻ നസീർ നന്ദിയും പറഞ്ഞു. വയനാടിന് സഹായ പ്രവാഹങ്ങൾ തുടരുന്നു. പ്രകൃതി ദുരന്തത്തിൽ സർവസ്വവും നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസത്തിനും തുടർ അതിജീവനത്തിനുമായി വ്യക്തികളും സംഘടനകളും ആവും വിധം സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക്. ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി കുന്നംകുളത്തെ സൗത്ത് സോൺ ആശുപത്രിയും വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സൗത്ത് സോൺ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷമീർ C. സുലൈമാൻ 1 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം MLA AC മൊയ്തീൻ ചെക്ക് ഏറ്റുവാങ്ങി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. SHRC മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷമീർ C. സുലൈമാൻ സ്വാഗതവും ആർട്സ് ഹെൽത്ത് സൊല്യൂഷൻ ഉടമ ദേവാനന്ദ് നന്ദിയും പറഞ്ഞു. ഒരു ദിവസത്തെ വേതനം നൽകി കുന്നംകുളം നഗരസഭയിലെ ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് ഷീബ ബിജു, സെക്രട്ടറി ശുഭ ബിനു എന്നിവർ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന് 30,000 രൂപയുടെ ചെക്ക് കൈമാറി. 37 വാർഡുകളിൽ നിന്നുള്ള 67 ഹരിതകർമ്മസേനാംഗങ്ങളിൽ നിന്ന് സ്വരൂപിച്ച തുകയാണ് നഗരസഭയ്ക്ക് കൈമാറിയത്. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T. സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, സെക്രട്ടറി KB വിശ്വനാഥൻ, HIമാരായ രഞ്ജിത്ത്, അൻസാരി തുടങ്ങിയവർ പങ്കെടുത്തു. SKC അലുമിനി 77-83 ബാച്ചിലെ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 67,000 രൂപ കൈമാറി. ഗുരുവായൂർ MLA NK അക്ബറിന്റെ ഓഫീസിൽ KK ബക്കർ തുക കൈമാറി. ചടങ്ങിൽ പ്രമീള, സുകുമാരൻ കുറ്റിച്ചിറ, KV അബ്ദുൾ അസീസ്, ഗീത, ശ്രീദേവി, രാജൻ വർഗീസ് തുടങ്ങിയവർ സംബന്ധിച്ചു. DYFI ഏറ്റെടുത്ത നമ്മൾ വയനാട് ക്യാമ്പയിനിലേക്ക് പ്രവാസിയും തിരുവത്ര സ്വദേശിയുമായ മാടമ്പി സുനിയുടെ മകൾ ശ്രീസുധ തനിക്ക് ജോലി ലഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ശമ്പളമായ 75,000 രൂപ DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫിന് കൈമാറി. ശ്രീസുധയുടെ അച്ചാച്ചൻ കണ്ടൻ ചക്കിരാജൻ, അമ്മമ്മ കനക, വല്യച്ഛൻ മാടമ്പി സുധാകരൻ, അമ്മാവൻ പ്രസാദ് എന്നിവർ ചേർന്നാണ് ചെക്ക് കൈമാറിയത്. DYFI ജില്ലാ സെക്രട്ടറി BP ശരത് പ്രസാദ്, ട്രഷറർ സെന്തിൽ കുമാർ, CPIM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, DYFI ചാവക്കാട് ബ്ലോക്ക് സെക്രട്ടറി എറിൻ ആന്റണി, പ്രസിഡന്റ് KS അനൂപ്, ട്രഷറർ TM ഷെഫീഖ്, ലോക്കൽ സെക്രട്ടറിമാരും ചടങ്ങിൽ പങ്കെടുത്തു. വേലൂർ പഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഹരിതകർമ്മ സേന കൺസോർഷ്യം പ്രസിഡന്റ് CK പ്രിയ, സെക്രട്ടറി TB ബിന്ദു, ശാലിനി ചന്ദ്രൻ, ജോയ്സി, ശോഭന, രാധാ മണികണ്ഠൻ എന്നിവരിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി തുക ഏറ്റുവാങ്ങി. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് CF എന്നിവർ പങ്കെടുത്തു. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ വീടു നഷ്ടപ്പെട്ടവർക്ക് DYFI നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണത്തിന് ധനശേഖരണാർത്ഥം DYFI വേലൂർ സെന്റർ യൂണിറ്റ് കമ്മിറ്റി അതിജീവനത്തിന്റെ സ്നേഹത്തട്ടുകട ഒരുക്കി. വേലൂർ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ ആരംഭിച്ച തട്ടുകടയിലെത്തുന്നവർക്ക് ഇവിടെ നിന്നും ചായയും കടിയും ഉൾപ്പെടെ ഇഷ്ടമുള്ളത് കഴിക്കാം. തങ്ങൾക്ക് ഇഷ്ടമുള്ള തുക കടയിൽ വെച്ചിട്ടുള്ള ബക്കറ്റിൽ നിക്ഷേപിച്ചാൽ മതി. ഇങ്ങനെ ലഭിക്കുന്ന മുഴുവൻ തുകയും റീബിൽഡ് വയനാടിന്റെ ഭാഗമായി DYFI നിർമ്മിച്ചു നൽകുന്ന പുനരധിവാസ ഭവന നിർമ്മാണ പദ്ധതിയിലേക്കാണ് ഉപയോഗിക്കുക. DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് തട്ടുകടയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രശാന്ത്, CPM വേലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബിൽ ബേബി, വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, DYFI സെന്റർ യൂണിറ്റ് സെക്രട്ടറി അജീഷ് അനിൽകുമാർ, യൂണിറ്റ് പ്രസിഡന്റ് ഹർഷ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CPM വേലൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജമീല രാജീവ്, DYFI വേലൂർ മേഖലാ സെക്രട്ടറി ബിബിൻ KP, പ്രസിഡന്റ് വിനിൽ TS, ട്രഷറർ രഞ്ജിത്ത് രാമകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ഷാനിൽ AR എന്നിവർ പങ്കെടുത്തു.
അഞ്ഞൂർ ചെമ്മണ്ണൂർ കുടുംബയോഗത്തിന്റെ 24ാം വാർഷിക സമ്മേളനവും അവാർഡ് വിതരണവും നടന്നു. അഞ്ഞൂർ കമ്പനിപ്പടി ഭാഗ്യലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ബദനി മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ അധ്യക്ഷത വഹിച്ചു. ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ഡോക്ടർ KC ലോബ്സൺ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. കലാപരിപാടികളും ഉണ്ടായി. വടക്കേക്കാട് തണലിന്റെ നേതൃത്വത്തിൽ ജനകീയവൽക്കരണത്തിന്റെ ഭാഗമായി വടക്കേക്കാട് ആരാധനാലയങ്ങളുടെ പ്രതിനിധി സംഗമം നടത്തി. ശനിയാഴ്ച രാവിലെ തണൽ സെന്ററിൽ നടന്ന യോഗത്തിൽ വിവിധ ആരാധനാലയങ്ങളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു. തണൽ വടക്കേക്കാട് ഡയാലിസിസ് സെന്റർ ജനകീയവൽക്കരിക്കുക എന്നതായിരുന്നു പ്രധാന അജണ്ട. പ്രസിഡന്റ് KV അബ്ദു അധ്യക്ഷത വഹിച്ചു. തണൽ സോഷ്യൽ വർക്കർ HOD ബൈജു ആയിടത്തിൽ ആമുഖ പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി ലത്തീഫ് മാസ്റ്റർ സ്വാഗതവും AM അഷ്റഫ് നന്ദിയും പറഞ്ഞു. ഒരു മാസം നീണ്ടുനിന്ന വേലൂർ മണിമലർക്കാവിലെ രാമായണ മാസാചരണത്തിന് സമാപനമായി. ഞായറാഴ്ച ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിക്കും. രാവിലെ വിശേഷാൽ പൂജകൾക്ക് വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ദിവസവും വൈകിട്ട് ഔഷധ സേവയും ഉണ്ടായിരുന്നു. വൈകുന്നേരം നടക്കുന്ന ദീപാരാധനയ്ക്ക് ശേഷമാണ് ഭക്തർക്ക് ഔഷധ സേവിക്കാൻ നൽകിയിരുന്നത്. ചിങ്ങം 2 ഞായറാഴ്ചയാണ് ക്ഷേത്രത്തിലെ ഇല്ലം നിറ ആഘോഷിക്കുക. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട് മറ്റ് ക്ഷേത്ര ഭാരവാഹികളും നേതൃത്വം നൽകും. വാർത്തയിലേക്ക്. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് യൂറോ കപ്പ് കോപ്പ അമേരിക്ക പ്രവചന വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. യൂറോ കപ്പ് കോപ്പ അമേരിക്ക ഫുട്ബോൾ പ്രവചന മത്സര വിജയികൾക്ക് ഷമീർ ഗരിമ സമ്മാനങ്ങൾ നൽകി. ക്ലബ്ബ് രക്ഷാധികാരി ബാബു നാസർ, വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ, സെക്രട്ടറി AM ഇക്ബാൽ, നൌഷാദ്, ജിജോ ജേക്കബ്, AC ജോൺസൺ, ഷാജഹാൻ നാലകത്ത്, ബാബു P ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി ക്ലബ്ബ് ഹൌസിൽ പ്രസിഡന്റ് റോബർട്ട് തമ്പി പതാക ഉയർത്തി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6680 രൂപ, പവന് 53440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 90 രൂപ. ചരമം. കിഴൂർ പാറപ്പുറത്ത് രാമചന്ദ്രൻ നായർ നിര്യാതനായി. സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടന്നു. വസന്തിയാണ് ഭാര്യ. ബിജു, വിജി എന്നിവർ മക്കളാണ്. കുന്നംകുളം പരേതനായ വടക്കൂട്ട് ജോർജ് ഭാര്യ നയോമി നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളി സെമിത്തേരിയിൽ നടന്നു. സുനിൽ, സജിത്ത് എന്നിവർ മക്കളാണ്. കേച്ചേരി പെരുമണ്ണ മൂർത്തുടിയിൽ മണി എന്ന ഭാസ്കരൻ ഭാര്യ അംബിക നിര്യാതയായി. 54 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഗുരുവായൂർ നഗരസഭ വാതക ക്രിമിറ്റോറിയത്തിൽ നടക്കും. എടക്കഴിയൂർ ഗാദ്രിയ റോഡിൽ താമസിക്കുന്ന അബൂബക്കർ ഹാജി നിര്യാതനായി. 80 വയസ്സായിരുന്നു. ഖബറടക്കം എടക്കഴിയൂർ ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. ഖദീജയാണ് ഭാര്യ. റാഫി, റഹിദ എന്നിവർ മക്കളാണ്. അയ്നൂർ കോച്ചാം വീട്ടിൽ ചങ്ങൻ ഭാര്യ അമ്മു നിര്യാതയായി. 83 വയസ്സായിരുന്നു. അശോകൻ, രമണി, അംബിക, ഗീത എന്നിവർ മക്കളാണ്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 അയ്നൂർ ശാന്തി തീരം ക്രിമിറ്റോറിയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രതീക്ഷകളുടെയും സമൃദ്ധിയുടെയും സന്ദേശവുമായി ചിങ്ങം പിറവി. മലയാളക്കരയുടെ തനത് കലണ്ടറായ കൊല്ലവർഷത്തിൽ പുതിയ നൂറ്റാണ്ട് പിറന്നു. 22 ദിനം കൂടി കഴിഞ്ഞാൽ മലയാളിക്ക് പൊന്നോണം. എരുമപ്പെട്ടി വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായ പരിക്ക്. മരിച്ചത് മരത്തംകോട് ചിറപ്പുറത്ത് ആശാരി വീട്ടിൽ ആനന്ദൻ, ഇയാളുടെ സഹോദരപുത്രൻ പ്രവീൺ എന്നിവർ. മരത്തങ്കോട് ബ്ലൂമിംഗ് ബഡ്സ് വിദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച തൃശൂർ ജില്ലാ സഹോദയ അധ്യാപക കലോത്സവത്തിന് കൊടിയിറങ്ങി. തൃശൂർ നിർമ്മലമാതാ സെൻട്രൽ സ്കൂളിന് ഓവറോൾ കിരീടം. ആതിഥേയരായ ബ്ലൂമിംഗ് ബഡ്സ് വിദാനിയ സ്കൂൾ 2ാം സ്ഥാനം നേടി. ചിങ്ങം 1 നാട് കർഷക ദിനമായി ആചരിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുടുംബശ്രീ സഹകരണ സംഘങ്ങൾ, പാടശേഖര സമിതികൾ, കർഷക സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ നടന്ന ദിനാചരണത്തിൽ മികച്ച കർഷകരെ ആദരിച്ചു. KSTPയുടെ ഉറപ്പ് വീണ്ടും പാഴായി. തൃശൂർ കുന്നംകുളം റോഡിലെ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തി ഇനിയും ആരംഭിച്ചില്ല. ഗതാഗത നിയന്ത്രണത്തിനുള്ള പ്രാരംഭ നടപടികൾ സ്വീകരിച്ച് 3 ദിവസമായിട്ടും ചൂണ്ടൽ മുതൽ മഴുവഞ്ചേരി വരെയുള്ള മേഖലയിലെ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തി തുടങ്ങിയില്ല. പ്രതിഷേധം ഉയരുന്നു.
ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇല്ലം നിറ ഞായറാഴ്ച ആദ്യ കൊയ്ത്തിന്റെ നെല്ല് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന പുണ്യപ്രസിദ്ധമായ ചടങ്ങിന് ഒരുക്കങ്ങളായി. ഇല്ലം നിറപൂജ കൊടിമരച്ചുവട്ടിൽ നടത്തുന്നത് തടയണമെന്ന ഹർജിയിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.